കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർപ്പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ മുത്തശ്ശിയാണെങ്കിൽ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റ് ഒക്കെ കുറിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്ന മുത്തശ്ശി നമ്മുടെ സച്ചിയുടെ സമ്മതത്തോടു കൂടി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കിനും പാറു അമ്മ പറയുന്നുണ്ട്, അതെ നമ്മളിവിടെ മുഹൂർത്തമൊക്കെ കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ നടക്കുമോ കലാവതി അമ്മ? ഇനി എന്തായാലും നടന്നില്ലെങ്കിൽ പിന്നെ ഇനി ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത ദോഷം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സച്ചിയാണെങ്കിലോ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പം അല്ല സച്ചി, നീ എവിടെ പോവാന്ന് ചോദിച്ച് അച്ഛമ്മ അടുത്തേക്ക് ചെന്നതും സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ എൻ്റെ കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരുടെ കൂടെ ഒന്നും ഇപ്പം പോകാനേ പറ്റില്ല, അതുകൊണ്ട് മര്യാദക്ക് ഇവിടെ എങ്ങാനും അടങ്ങിയിരുന്നോണം. നിന്റെ ഭാര്യ വീട്ടിലുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവളോട് സംസാരിച്ച് നിനക്ക് ഇവിടെ ചെലവഴിക്കാമല്ലോ എന്നുള്ള കാര്യം പറഞ്ഞതാ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, അതെ ശാന്തി മുഹൂർത്തം വെച്ചിരിക്കുന്നത് വൈകുന്നേരമല്ലേ, ഇപ്പോഴല്ലല്ലോ, ഞാൻ അപ്പോഴത്തേക്കിനും കറങ്ങി ഇങ്ങ് വന്നോളാന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് സ്കൂട്ടാവാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി വീണ്ടും വിലക്കി, എവിടെ പോയാലും നീ നിന്റെ ഭാര്യയോട് അനുവാദം ചോദിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞതും നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയെ ഒന്ന് ദയനീയമായിട്ട് നോക്കുകയാണ്. എടി ഞാൻ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ രേവുവിന് പാവം തോന്നിയിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛമ്മ പാവമല്ലേ, പോയിക്കോട്ടെ, പോയിട്ട് സമയമാകുമ്പോൾ വരുമല്ലോ എന്ന് ചോദിക്കുമ്പം ആ സമയമാകുമ്പോൾ ഞാൻ വന്നോളാന്നും പറഞ്ഞ് സച്ചി അങ്ങനെ അവളെ സോപ്പിട്ട് ന്യൂട്രലി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ പറിച്ചു വെച്ച പോലെ തന്നെ ആ ഫോട്ടോ വരച്ച് ശ്രീകാന്തിന് തന്നെ സെൻഡും ചെയ്ത് കൊടുത്തു. അപ്പം തൻ്റെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണമെന്നും പറഞ്ഞാണ് ഫോട്ടോ അയച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഫോട്ടോയുടെ സംഭവമൊക്കെ നോക്കി ശ്രീയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുക. ഇവളാണെങ്കിൽ കാശുള്ള വീട്ടിൽ പെങ്കൊച്ച, ഇനിയിപ്പം കൊള്ളാവുന്ന വല്ല കൊട്ടേഷൻകാർക്കും എൻ്റെ തന്നെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അവന്മാരെന്നെ കൈകാര്യം ചെയ്യുമല്ലോ, അപ്പം തനിക്ക് പണിയാകുമെന്നും വിചാരിച്ച് സച്ചിയല്ല കേട്ടോ, സോറി, ശ്രീകാന്ത് തന്നെ ആ കൊട്ടേഷൻ അങ്ങ് സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പം അവൻ ചിന്തിക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു മേക്കപ്പ് സെറ്റപ്പൊക്കെ ചെയ്യാം, എന്നിട്ട് അവന് ഇച്ചിരി പരിക്ക് പറ്റിയതുപോലെ കാണിച്ച് ഫോട്ടോ വർഷക്ക് തിരിച്ചയച്ചു കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മുടെ ശ്രീകാന്ത് ഉള്ളത്. ശ്രീ ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ നമ്മളെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി അവൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചെന്നു. അപ്പോൾ കൂട്ടുകാരാണെങ്കിലോ, അല്ലടാ വന്ന് നിനക്കിപ്പോൾ ഈ വീട്ടിൽ വന്നാൽ ഞങ്ങളോട് അടുത്തൊന്നും വന്നിരുന്ന് സംസാരിക്കാൻ പോലും നേരെ ഇല്ലല്ലോ, എന്താ സച്ചി ഇത്, കല്യാണം പോലും വേണ്ടാന്ന് വെച്ചിരുന്ന നീയല്ലേ, നീ ഇങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല എന്ന് പറഞ്ഞതും സച്ചി നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. തൻ്റെ ഏട്ടന് വേണ്ടി ആലോചിച്ചതാണ് രേവതിയെന്നും താൻ അബദ്ധം വെച്ചാൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് എന്നുമുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇന്നിതാ അതും പോരാഞ്ഞിട്ട് അച്ഛമ്മ ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റ് കുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ശാന്തി മുഹൂർത്തമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതും കൂട്ടുകാർ കളിയാക്കുകയാണ്. അപ്പം ഇത്രയും ദിവസമായിട്ടും ഇതൊന്നും നടന്നില്ലേന്ന് ചോദിച്ച് കളിയാക്കുമ്പോൾ സച്ചിയാണെങ്കിലോ, അതൊന്നും ഇല്ല, ഇനി എന്തായാലും എനിക്ക് അതൊന്നും അല്ല ചിന്ത, എനിക്കിപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, ആ കടമൊക്കെ എങ്ങനെയും ഒന്ന് തീർക്കണം. അത് പറഞ്ഞപ്പോഴാണ് വണ്ടിയുടെ ഡ്യൂ അടക്കേണ്ട സമയമായിട്ടുണ്ട്, കൂട്ടുകാരനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവനെ വണ്ടി ഏൽപ്പിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നതെന്നും പറഞ്ഞ് സച്ചി കൂട്ടുകാരനെ വിളിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ എന്തൊക്കെയോ ഒരു ടൈപ്പ് ചെയ്യുന്നത് പോലെ നമ്മളെ കാണിക്കുകയാണ്. അവൻ എവിടെയൊക്കെയോ ചെറിയ കള്ളത്തരമൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ ഫോൺ എടുത്തു, സച്ചി പറയടാ ഞാനൊരു ഓട്ടത്തിലാണ്. അല്ലടാ വണ്ടിയുടെ പൈസയൊക്കെ നീ കെട്ടിയോന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്, നീ പേടിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ കൂട്ടുകാരനാണെങ്കിൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്യാണ്. അപ്പം അവന് എന്തോ കള്ളത്തരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതും സച്ചിക്ക് സമാധാനമായി, കൂട്ടുകാരൻ വണ്ടിയുടെ ഡ്യൂ ഒക്കെ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ വണ്ടിക്കാരൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സമാധാനപരമായി അവൻ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടി സുധിയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ചന്ദ്രയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ശ്രീകാന്തിനോടും അതുപോലെ തന്നെ സുധിയോടും ഒക്കെ ഭക്ഷണമൊക്കെ ഇണക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം എടുത്ത് കഴിക്കണമെന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര പറയാണ്. അപ്പോൾ ഇവരാണെങ്കിലോ അതൊക്കെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കേണ്ട, വണ്ടി പിടിച്ച് വേഗം തന്നെ സ്ഥലം വിട്ടോ എന്നുള്ള
എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിലോ നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ എന്തായാലും നിനക്ക് സച്ചിക്ക് ഇന്ന് നല്ലൊരു കാര്യമല്ലേ നടക്കാൻ പോകുന്നത്, അപ്പം ഈ കാര്യമൊക്കെ മോൾ അമ്മയെ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അയ്യോ മുത്തശ്ശി ഞാനത് മറന്നുപോയി, ഞാൻ അമ്മയെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് രേവതി ഫോൺ എടുത്തു. അവളുടെ അമ്മയെ വിളിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ലക്ഷ്മി അമ്മയാണെങ്കിലും വലിയ പരിഭവത്തിലൊക്കെയാണ്. തൻ്റെ മകളുടെ കാല് വയ്യാതെ ഇരുന്നിട്ടും അവൾക്ക് വലിയ മൈൻഡൊന്നും തന്നോട് ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മോളെ ഇപ്പം നീ വന്ന് അമ്മയൊന്ന് വിളിക്കാൻ പോലും തയ്യാറാവുന്നില്ലല്ലോ, എന്താ നിനക്ക് അതിനു വേണ്ടി അവിടെ തിരക്കെന്ന് ചോദിക്കുമ്പം അമ്മ ഇന്ന് വേറൊരു വിശേഷമുണ്ട്. ഇവിടുത്തെ അച്ഛമ്മ എൻ്റെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് 9-നും 11-നും ഇടയ്ക്കാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അമ്മയാണെങ്കിലോ നിങ്ങൾക്ക് വേണ്ടുന്ന ചടങ്ങുകളൊന്നും നടത്താനായിട്ട് അവരുടെ അച്ഛനും അമ്മയും ഒന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലല്ലോ, എന്തായാലും അച്ഛമ്മ ആ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് വളരെ സമാധാനപരമായി സംസാരിക്കുകയാണ്. അപ്പം ആ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ പാറുവമ്മയും കൂടി കട്ടിൽ കിടന്നിരുന്ന ബെഡൊക്കെ ഇങ്ങ് എടുത്ത് വെയിലത്ത് കൊണ്ടുവന്ന് കൊട്ടി ഉണക്കുകയാണ്. അപ്പം സച്ചിയാണെങ്കിൽ അങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛമ്മയും പാറുവമ്മയും കൂടി ബെഡ് ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ്. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഈ പ്രായത്തിൽ ഇത് എന്തിൻ്റെ കേടാണ്? അതെ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കുന്നത്? അതൊക്കെ ഉണ്ട്, നിനക്കിന്ന് വൈകുന്നേരം മനസ്സിലാകുമെന്നും പറഞ്ഞ് അച്ഛമ്മ ആ ബെഡ് അവനെ കൊണ്ട് ചുമപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി ആ ബെഡൊക്കെ താങ്ങി വീടിനകത്ത് കൊണ്ടുവന്ന് ഇട്ടു. അതിനുശേഷം ദേ അച്ഛമ്മ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് മോളെ രേവതി, സച്ചിക്ക് കഴിക്കാൻ ഫുഡ് എടുത്ത് കൊടുത്തേന്ന് പറഞ്ഞ് അച്ഛമ്മ അങ്ങ് പോവുകയാണ്. ഫുഡ് കഴിക്കാനിരുന്ന സച്ചിത വീണ്ടും ഞെട്ടുകയാണ്. എൻ്റെ അമ്മ ഇതെന്താണ് ഈ കാണുന്നത്? ഇന്നും മുരിങ്ങമരം ആണല്ലോ കറികളിലെല്ലാം എന്ന് പറഞ്ഞതും ഈ മുരിങ്ങ ഞാൻ വെട്ടും കേട്ടോ അച്ഛമ്മ ഇങ്ങനെയാണെങ്കിൽ. ഇന്നിച്ചിരി കൂടുതൽ മുരിങ്ങ കഴിച്ചോ എന്നുള്ള രീതിയിൽ അച്ഛമ്മ സച്ചിയെ കളിയാക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് അച്ഛമ്മയുടെ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് സച്ചിയാണെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അവരൊരു ഉച്ചമയക്കത്തിന് കയറുന്ന സമയം പതിയെ റൂമിൽ നിന്നും വെളിയിലിറങ്ങുക. അപ്പം നമ്മുടെ അച്ഛമ്മയാണെങ്കിലോ ചെറുക്കൻ എവിടെയെങ്കിലും പോകുമെന്നും മുങ്ങുമെന്നും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ഛമ്മ ആ വാതിപ്പടിയെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ഛമ്മയെ കണ്ടതും സച്ചിയാണെങ്കിലോ അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല എങ്ങോട്ടാണ്, ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം കഴിഞ്ഞു മുത്തശ്ശി, എൻ്റെ കൂട്ടുകാരൻ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അവനെ കാണാൻ വേണ്ടി പോവാന്നും പറഞ്ഞ് സച്ചി അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയതും നിക്കട അവിടെ നിന്നും പറഞ്ഞു മുത്തശ്ശി അവനെ പിടിച്ചവിടെ നിർത്തി. എൻ്റെ പൊന്നച്ഛമ്മ ഞാനൊന്ന് പോയിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് സച്ചി കെഞ്ചാൻ തുടങ്ങിയതും രേവതി അങ്ങ് വരികയാണ്. ദേ നിന്റെ ഭാര്യ നിൽക്കുന്നു, അവളോട് പറയാതെ നീ എങ്ങും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതും മുത്തശ്ശിയോട് രേവതിയോടും വളരെ ദയനീയമായ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സച്ചി നോക്കുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, അതെ മുത്തശ്ശി വൈകുന്നേരത്തേക്ക് വരുമല്ലോ, അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു വിട്ടോ എന്ന് പറയുകയാണ്. അപ്പൊ സച്ചി നമ്മുടെ രേവതിയുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ പിടിച്ച് മുത്തശ്ശി പ്ലീസ് മുത്തശ്ശി എന്നും പറഞ്ഞ് ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്